സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ സെക്കൻഡ് മൊഡ്യൂളിൽ റൊട്ടേഷണൽ മോഷൻ എന്നുള്ള സെക്കൻഡ് മൊഡ്യൂളിൽ സർക്കുലർ മോഷനും അതിന് റിലേറ്റ് ചെയ്ത ടോപ്പിക്സൊക്കെ ആയിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് അടുത്തത് റൊട്ടേഷണൽ മോഷനിൽ ആ മൊഡ്യൂളിൽ തന്നെ വേറൊരു ഏരിയയാണ് റൊട്ടേഷണൽ മോഷൻ ഓഫ് റിജിഡ് ബോഡീസ്. അതായത് ഇതുവരെ നമ്മൾ സർക്കുലർ മോഷനായിരുന്നു പറഞ്ഞത്. ഇനി നമുക്ക് റൊട്ടേഷണൽ മോഷനാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അതിൽ വരുന്നതാണ് റൊട്ടേഷണൽ മോഷൻ ഓഫ് റിജിഡ് ബോഡീസ്. വാട്ട് ഈസ് റിജിഡ് ബോഡീസ്? എന്താ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ? റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബോഡി ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് സൈസ് ഓർ ഷേപ്പ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താലും അതിൻ്റെ സൈസോ ഷേപ്പോ മാറുന്നില്ലെങ്കിൽ അത്തരം ബോഡിയെ നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആ സ്റ്റോണിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലും അതിൻ്റെ ഷേപ്പൊന്നും മാറുന്നില്ല. നേരെ മറിച്ച് ഒരു സ്പോഞ്ച് കട്ടുണ്ടെന്ന് വിചാരിച്ചോ, ആ സ്പോഞ്ച് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ടല്ലോ. അപ്പോൾ സ്പോഞ്ച് ഈസ് നോട്ട് എ റിജിഡ് ബോഡി, സ്റ്റോൺ ഈസ് എ റിജിഡ് ബോഡി. അപ്പോൾ അതാണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസോ ഷേപ്പോ മാറാൻ പാടില്ല. മാറുന്നുണ്ടെങ്കിൽ അത് റിജിഡ് ബോഡി അല്ല. ഓക്കെ, വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ when an external force acts on the rigid body, the distance between the 2 points on the rigid body does not change. അതായത് ഒരു റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു സോ മെനി പോയിൻറ്റ്സ് ഉണ്ടാവും, പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലും ആ ഡിസ്റ്റൻസ് മാറാൻ പാടില്ല. അങ്ങനെയുള്ള ബോഡീസിനെയാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം റിജിഡ് ബോഡിയുടെ റൊട്ടേഷനാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ടേമാണ്, ഫസ്റ്റ് വരുന്ന ഇമ്പോർട്ടൻ്റ് ടേമാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓർ റൊട്ടേഷണൽ ഇനേർഷ്യ. ഇനേർഷ്യ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൽ അല്ലേ. ഇനേർഷ്യ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറഞ്ഞ സമയത്ത് എന്താണ് ഇനേർഷ്യ? ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു ബോഡിക്ക് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനിൽ നിന്നോ സ്വയം മാറാൻ കഴിയില്ല. ദാറ്റ് ഈസ് ഇനേർഷ്യ. ഇനി എന്താണ് റൊട്ടേഷണൽ ഇനേർഷ്യ? റൊട്ടേഷണൽ ഇനേർഷ്യ അതുപോലെ തന്നെ അത് റൊട്ടേഷണൽ മോഷൻ്റെ കേസിലാണെന്നാണ് വ്യത്യാസമുള്ളൂ. ദാറ്റ് ഈസ് an object rotating about an axis tends to remain rotating about the same axis, while a non-rotating object tend to remain non-rotating. അതായത് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡി അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, വേറൊന്നും എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ. അതേപോലെ ഒരു നോൺ റൊട്ടേറ്റിംഗ് ബോഡി എന്താണ്, റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് ഇസ് ദ റൊട്ടേഷണൽ ഇനേർഷ്യ. The property of an object to resist any change in its state of rotational motion is called rotational inertia or moment of inertia. അപ്പോൾ എന്താണ് റൊട്ടേഷണൽ മോഷൻ? അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റൊട്ടേഷണൽ മോഷൻ, ആ റൊട്ടേഷണൽ മോഷൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറാനുള്ള ഇനബിലിറ്റി അല്ലെങ്കിൽ അത് ആ റെസിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റൊട്ടേഷണൽ ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് അടുത്ത് നോക്കുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമുക്ക് എങ്ങനെയാണ് ഫിസിക്സിൽ ഡിഫൈൻ ചെയ്യുന്നത്? സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരു ഒരു ആക്സിസ് AB എന്നുള്ള ആക്സിസിന് ചുറ്റും ഒരു എം മാസുള്ള ഒരു ബോഡി ഒരു R ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് കറങ്ങുകയെന്ന് വിചാരിച്ചു. അതായത് ഈ ആക്സിസിന് ചുറ്റും ഈ ബോഡി ഇങ്ങനെ കറങ്ങുകയാണ്. ആക്സിസിന് ചുറ്റും ഈ AB എന്നുള്ള ആക്സിസിന് ചുറ്റും
എം മാസുള്ള ബോഡി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ കറങ്ങണം. ഓക്കെ, ഈ കേസിൽ ഈ ആക്സിസിന് ചുറ്റുമാണ് കറങ്ങുന്നത്. ഈ കേസിൽ അതായത് ഈ ഡിസ്റ്റൻസ് ആർ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഡെഫിനിഷൻ എന്താണ്? ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ എബൌട്ട് എ ഗിവൺ ആക്സിസ്. എപ്പോഴും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഒരു ആക്സിസിന് എബൌട്ടാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദി ആക്സിസ്. സ്ക്വയർ ആണ്, മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. എം ഈസ് ദ മാസ് ആൻഡ് ആർ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി മാസ് ഫ്രം ദി ആക്സിസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ യൂണിറ്റ് എന്താ വരിക? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമും നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഈസ് ദ SI യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത് ഈ ഡെഫിനിഷനാണ് എഴുതേണ്ടത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള കൺസെപ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനബിലിറ്റി ഓഫ് എ ബോഡി ഫ്രം ദി സ്റ്റേറ്റ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഡിഫൈൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഡെഫിനിഷനാണ് എഴുതേണ്ടത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ particle about a given axis is defined as the product of the mass of the particle and the square of the distance of the particle from the axis of rotation. എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് എഴുതുക. യൂണിറ്റ് കിലോഗ്രാം മീറ്റർ കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഈ ചിത്രം വരച്ചു വയ്ക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ സ്ക്വയർ, എം ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എമ്മിനെയും ആറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എം എന്ന് പറയുന്നത് എന്താ? മാസ് ഓഫ് ദി ബോഡി. ആർ എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ഓഫ് ദ മാസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലേ. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ആ മാസിലേക്കുള്ള ദൂരമാണ്. ദാറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മാസ് വിത്ത് റെസ്പെക്ട് ടു ദ ആക്സിസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എത്ര ദൂരെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എന്താണ്? ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ body depends on the mass of the body and the distribution of the mass from the axis of rotation. Okay, then next moment of inertia of a rigid body. Moment of inertia of a rigid body. ഇപ്പോൾ നമ്മളൊരു പോയിൻ്റ് മാസ്, ഒരു സ്മോൾ മാസ് ആർ ഡിസ്റ്റൻസിൽ റൊട്ടേറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതാ ഈ കേസിൽ ഒരു സ്മോൾ മാസ്, ഇപ്പോൾ ഒരു പോയിൻ്റ് മാസ് എന്നൊക്കെ പറയും. സ്മോൾ മാസ് ഒരു ആക്സിസിന് ചുറ്റും കറങ്ങുന്നതാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിഫൈൻ ചെയ്തത്. ഇനി ഒരു റിജിഡ് ബോഡി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. റിജിഡ് ബോഡി എന്ന് പറയുന്നത് എന്താ? ഒരുപാട് പോയിൻ്റ് മാസസ് കൂടി ചേർന്നിട്ടുള്ളതാണ് റിജിഡ് ബോഡി. അങ്ങനെയുള്ളൊരു റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുക, വിച്ച് ഈസ് റൊട്ടേറ്റിംഗ് ഒരു റിജിഡ് ബോഡി, ഇങ്ങനെയുള്ളൊരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുക. അത് എ ബി എന്നുള്ള ഈ ആക്സിസിന് ചുറ്റും ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഒരു ആക്സിസിന് ചുറ്റും ഒരു പോയിൻ്റ് മാസ് എം മാസ് ആർ ഡിസ്റ്റൻസിൽ
ഒരു r ഡിസ്റ്റൻസിലുള്ള m മാസ് കറങ്ങുമ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്താണ്? I ഈക്വൽ ടു mr², അല്ലേ? mr². അതാണെന്ന് നമുക്കറിയാം. I ഈക്വൽ ടു mr², ഇത് സ്ക്വയറാണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിജിഡ് ബോഡി ഇങ്ങനെയുള്ള ഒരുപാട് m മാസസ്, ദാറ്റ് ഈസ് m1, m2, m3, m4 എക്സെട്ര mn, അങ്ങനെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഈ റിജിഡ് ബോഡി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഓരോ പോയിൻ്റ് മാസസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടിട്ട് അത് ആഡ് ചെയ്താൽ നമുക്ക് ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടും. അതായത് ഈ റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ദാറ്റ് ഇസ് ദ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദാറ്റ് റിജിഡ് ബോഡി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഒരു ഇങ്ങനെ m1, m2, m3, m4, m5 അങ്ങനെ ഒരുപാട് നമ്പർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടോ, എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് m1ൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എഴുതും. അപ്പോൾ അതെങ്ങനെയുണ്ട്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് m1 about AB is m1² r1². Moment of inertia of m2 about AB is m2 r2². Moment of inertia of m3 about AB is m3 r3². Moment of inertia of m4 about AB is m4 r4². അങ്ങനെ എഴുതി അവസാനം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് mn about, അല്ലേ, nth മാസ് mn about AB is mn rn². Then the total moment of inertia is I is equal to m1² plus m2² plus m3² plus etc. plus ഏത് വരെയുണ്ടോ അത്രയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യാസ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് പ്ലസ് mn rn². ഇതുവരെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് അതിനെ നമുക്കൊരു സിംപ്ലിഫൈഡ് ഫോമിൽ ഈ ഒരു സമ്മേഷൻ്റെ സിമ്പിൾ യൂസ് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? I is equal to സിഗ്മ മീൻസ് സമ്മേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് സിഗ്മ എവിടെ നിന്ന് മുതലാണ് ആഡ് ചെയ്യേണ്ടത്? സിഗ്മ I, നമ്മൾ ശരിക്കും ഇത് പറയാം, I is equal to സിഗ്മ I equal to 1 to n mi/ri² ആണ്. m1 അല്ല, mi/ri². ഇവിടെ I ഈക്വൽ ടു 1 ആവുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് m1 r1² കിട്ടും. I ഈക്വൽ ടു 2 ആവുമ്പോൾ m2 r2². അങ്ങനെ I ഈക്വൽ ടു 3 ആവുമ്പോൾ m3 r3². അങ്ങനെ ആഡ് ചെയ്ത് I ഈക്വൽ ടു n വരെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനാണ് കിട്ടുക. ഇതിനെ നമ്മൾ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതിയതാണിത്. I ഈക്വൽ ടു സിഗ്മ സമ്മേഷൻ I ഈക്വൽ ടു 1 to n mi/ri². This is the expression for moment of inertia of a rigid body. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഒരു ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമുക്ക് എങ്ങനെയുള്ള m1, m2, m3 അങ്ങനെയുള്ള പോയിൻ്റ് മാസസിൻ്റെ കമ്പൈൻഡ് ഫോമാണെന്ന് അസ്യൂം ചെയ്തിട്ട് അതിലേക്കുള്ള ഓരോ ഡിസ്റ്റൻസും r1, r2, r3 ഇതാ m1, m2, m3 എക്സെട്ര അത് അറ്റ് എ ഡിസ്റ്റൻസ് r1, r2, r3 എന്ന് എടുത്തിട്ടാണ് നമ്മൾ ഓരോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും കണ്ട് അതിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ത് കിട്ടിയത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈ ഇക്വേഷൻ കിട്ടിയത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.